പൊതുവെ നമ്മൾ മലയാളികൾക്ക് പരിചിതമായതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രൂപവും ആ വ്യത്യസ്തതയെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള ശബ്ദവുമുള്ള ഒരു നടൻ. ഞാൻ ആദ്യമായി ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത് പണ്ട് 2014 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് പ്രഖ്യാപിച്ചപ്പോൾ ബെസ്റ്റ് ആക്ടറായി ഒരു വശത്തുണ്ടായിരുന്നത് നമ്മുടെ നിവിൻ പോളിയായിരുന്നു. എന്നാൽ ആ വർഷം അദ്ദേഹം ആ അവാർഡ് മറ്റൊരാളുമായി ഷെയർ ചെയ്യുകയാണ് ഉണ്ടായത്. ആളുടെ പേര് സുദേവ് നായർ. അദ്ദേഹത്തിന് അവാർഡിന് അർഹനാക്കിയ സിനിമയുടെ പേര് മൈ ലൈഫ് പാർട്ട്ണർ. സോ ഇങ്ങനെ ഒരു നടനെ പറ്റിയും അങ്ങനെ ഒരു സിനിമയെ പറ്റിയും ആദ്യമായി അന്നാണ് കേൾക്കുന്നത്. എന്നാൽ തൊട്ടടുത്ത വർഷം 2015 കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ പൃഥ്വിരാജിന്റെ കരിയറിലെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് മൂവിയായ അനാർക്കലി എന്ന സിനിമയിൽ ഈ പറഞ്ഞ അവാർഡ് വിന്നറെ നമ്മൾ കണ്ടു. തുടക്കം മുതൽ ആ കഥാപാത്രത്തെ കാണിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു മിസ്റ്റീരിയസ് ടച്ചും പിന്നെ മിസ്റ്ററിക്ക് പിന്നിലുള്ള ട്വിസ്റ്റും ഒക്കെ കൊണ്ട് സിനിമ കണ്ടാലും ആ കഥാപാത്രത്തെ പെട്ടെന്ന് മറക്കില്ല. ഇനി ഇത് കഴിഞ്ഞ് ഇദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിക്കുന്നത് 2017 പുറത്തിറങ്ങിയ മറ്റൊരു പൃഥ്വിരാജ് ചിത്രമായ എസ്രയിലാണ്. അഥവാ ഇദ്ദേഹം തന്നെയായിരുന്നു സിനിമയിലെ ടൈറ്റിൽ ക്യാരക്ടർ. സിനിമയുടെ ഫ്ലാഷ് ബാക്കിൽ വന്ന ഇദ്ദേഹത്തിന്റെ ആ ഒരു കഥാപാത്രവും ഒപ്പം ഇദ്ദേഹം ഭാഗമായ അതേ ഫ്ലാഷ് ബാക്കിൽ വരുന്ന ഒരു ഹോണ്ടിങ് ടൈപ്പ് റൊമാന്റിക് മെലഡിയും ഒക്കെ അന്ന് ഫേമസ് ആയിരുന്നു. ശേഷം തൊട്ടടുത്ത വർഷം 2018 മമ്മൂട്ടിയുടെ എബ്രഹാമിന്റെ സന്തതികൾ എന്ന സിനിമയിൽ ഇദ്ദേഹത്തെ നമ്മൾ കണ്ടു. കാര്യം ആ സിനിമയുടെ പ്ലോട്ടുമായി ഇദ്ദേഹത്തിന്റെ കഥാപാത്രത്തിനും വലിയൊരു ബന്ധമൊന്നും ഇല്ലെങ്കിലും സിനിമയുടെ തുടക്കഭാഗത്ത് വരുന്ന ഇദ്ദേഹത്തിന്റെ സീനുകൾ, അതായത് ഇദ്ദേഹവും മമ്മൂട്ടിയും തമ്മിലുള്ള ആ ഒരു ഇന്ററോഗേഷൻ സീൻ, അതിലെ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി, ഇതൊക്കെ എനിക്ക് ഒരു സാധാരണ മലയാള സിനിമയായ ആ ഒരു പടത്തിന് ഒരു വേൾഡ് ക്ലാസ് ഫീൽ തന്നിരുന്നു. ഇനി അതേ വർഷം നിവിൻ പോളിയുടെ കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയിൽ സ്വാതി തിരുനാൾ രാജാവായി വന്ന ഇദ്ദേഹത്തിന്റെ ക്യാമിയോ കഥാപാത്രം. പുള്ളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇയാളൊരു രാജാവായിരുന്നു എന്ന് കൊച്ചുണ്ണി തിരിച്ചറിയുന്നത് പോലെ പ്രേക്ഷകരായ നമ്മളും തിരിച്ചറിയുമ്പോൾ പെട്ടെന്ന് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്റെ ഒരു അഭിപ്രായത്തിൽ പുള്ളിക്ക് ആ ഒരു ടൈപ്പ് ലുക്ക് ഉണ്ട്. ഇനി അടുത്തത് തൊട്ടടുത്ത വർഷം 2019 മിഖായൽ എന്ന സിനിമയിലെ ആ ചെറിയൊരു റോൾ. നല്ല ബിൽഡപ്പിലാണ് വന്നതെങ്കിലും പെട്ടെന്ന് തന്നെ കാറ്റുപോയ ഒരു കഥാപാത്രം. ഇതേ വർഷം ജയസൂര്യയുടെ തൃശൂർ പൂരം എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രം. വില്ലൻ എന്ന് പറയുമ്പോൾ പുള്ളിയല്ല മെയിൻ വില്ലൻ, പക്ഷെ പുള്ളിയെ മെയിൻ വില്ലൻ ആക്കിയിരുന്നെങ്കിൽ ആ പടം കുറച്ചുകൂടെ ഡീസന്റ് ആയനെ. ഇനി 2022 ഭീഷ്മപർവത്തിലെ രാജൻ മാധവൻ നായർ. നല്ല ക്ലാസിക് ബോംബെ ബേസ്ഡ് റെട്രോ മലയാളി വില്ലൻ. പുള്ളിയുടെ രൂപത്തിനും ഭാവത്തിനും ശബ്ദത്തിനും ഒക്കെ പറ്റിയൊരു കഥാപാത്രം. ദാറ്റ്സ് ഇറ്റ്. ഇതിനുശേഷവും ഇദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചതായി വിക്കിപീഡിയയിൽ കാണുന്നുണ്ടെങ്കിലും ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെതായി ഞാൻ കണ്ട അല്ലെങ്കിൽ ഞാൻ ഓർത്തിരിക്കുന്ന സിനിമകൾ. ഇദ്ദേഹത്തിൻ്റെതായി ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയിലുള്ള ഒരു ഹെവി വെയിറ്റ് വില്ലൻ കഥാപാത്രം അല്ലെങ്കിൽ അതുപോലുള്ള കഥാപാത്രങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.